நீ சொன்னால் போதும் செய்வேன், நீர் காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீர் காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 18:23 ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഒരു സംസാരമാണ്. സത്യത്തിൽ ഇത് ഇടിവിൽ നിന്നൊരു പ്രാർത്ഥനയാണ്. സോദോമിനെ നശിപ്പിക്കുമെന്ന്, അവരുടെ ദുഷ്ടത നിമിത്തം തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒരു വാചകമാണ് നമ്മൾ കേട്ടത്. ദൈവം നമ്മളോട് ഒരു കാര്യം അറിയിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിനൊരു ദേശമോ ഒരു കുടുംബമോ ഒരു വ്യക്തിയെയോ നശിപ്പിക്കാൻ ആഗ്രഹമില്ല. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സോദോമിനെ നശിപ്പിക്കുമ്പോൾ, അവരുടെ പാപത്തിൻ്റെ ബഹുത്വ നിമിത്തം അവരെ തകർക്കുവാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ രഹസ്യം ദൈവം അബ്രഹാമിനോട് അറിയിക്കുകയാണ്. എന്തിനാണ്? ദൈവത്തിൻ്റെ ഉള്ളത്തിലൊരു ആഗ്രഹമുണ്ട്, അതിനകത്തൊരു പ്രാർത്ഥന ഉയരണം. ആ പ്രാർത്ഥനയുടെ ഫലമായി ലോത്ത് വിടുവിക്കപ്പെടണം. ലോത്തിനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ ഏക വഴി അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു അബ്രഹാമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇടിവിൽ നിന്നാൽ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. തകരാൻ ഉള്ള പല കുടുംബങ്ങളും വ്യക്തികളും ഇടിവിൽ നിന്നാൽ പുറത്തു വരും. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ ശുശ്രൂഷയാണ് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ഉയർച്ച പ്രാപിക്കുകയും നന്മകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു സമൂഹത്തോടും ദേശത്തോടും ഒരു വലിയ കടപ്പാടുണ്ട്. തിരുവചനം പറയുന്നു, നിങ്ങൾ വിശേഷ രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. വേറെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി പ്രാർത്ഥിക്കണമെന്ന്. വേറൊരു ഭാഗത്ത് പറയുന്നു, അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും. മറ്റൊരു ഭാഗത്ത് പറയുന്നു, സർവ്വജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന തൊടാത്ത ഒരു സ്ഥലം പോലും ഉണ്ടാകരുത്. നിങ്ങളുടെ പ്രാർത്ഥന വലിയ മതിലാണ്. നിങ്ങളുടെ പ്രാർത്ഥന വലിയ സംരക്ഷണമാണ്. നിങ്ങളുടെ പ്രാർത്ഥന വലിയ കോട്ടയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ദേശങ്ങളിൽ ഉണർവ് നടന്നിട്ടുണ്ടോ? ആ ദേശത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ടാകും. ഇപ്പോൾ ഞങ്ങൾ ഈ വോയിസ് ഓഫ് ലവ് ഷൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിൽ സിനിമ ഓടിക്കൊണ്ട് നടന്ന ഒരു തിയേറ്ററിൽ വെച്ചാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന റെൻറ്റിനെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഈ ആരാധന നടത്തുമ്പോൾ പല സഹോദരങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതൊരു ആരാധന സ്ഥലമായിരുന്നെങ്കിൽ നന്നായിരുന്നു, അനേകർ വന്ന് വിടുവിക്കപ്പെടാനുള്ള സ്ഥലമായി മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ ആരൊക്കെയോ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ഇത് ഇപ്പോൾ ഒരു ആരാധന സ്ഥലമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദേശത്തിന് മാറ്റങ്ങൾ വരുത്തും. നിങ്ങളുടെ പ്രാർത്ഥനകൾ അസാധാരണമായി മാറും.
നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കും. സമൂഹത്തിന് ദോഷമല്ലാത്തതും സമൂഹത്തിന് നന്മയുണ്ടാകുന്നതുമായ പ്രാർത്ഥനകൾ നിങ്ങളുടെ നാവിൽ നിന്നുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ വിടുവിക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥന മനുഷ്യരായ ജോർജ് മുള്ളറിൻ്റെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വ്യക്തിക്ക് വേണ്ടി 2 വർഷം പ്രാർത്ഥിച്ചു. വേറൊരു വ്യക്തിക്ക് വേണ്ടി 25 വർഷങ്ങൾ പ്രാർത്ഥിച്ചു. വേറൊരു വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടില്ല. എന്നാൽ തൻ്റെ ഫ്യൂണർ സർവീസിന് കൂടാൻ വന്നു. അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് കേട്ടിരിക്കും, അത് നടന്നിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും അതിന് റിസൾട്ടുണ്ട്. അതുകൊണ്ട് മടുത്തു പോകരുത്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തകർന്നു പോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഇടിവിൽ നിൽക്കുവാൻ വിളിച്ചിരിക്കുന്നു. അബ്രഹാം ഒരു അനുഗ്രഹ വിഷയമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷയായിരുന്നു ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇടിവിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു ശുശ്രൂഷയാണ്. അനേകരുടെ വിടുതലിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങൾ ഇടിവിൽ നിൽപ്പാൻ കണ്ടിരിക്കുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിലെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കർത്താവ്, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, അനേകരുടെ കർത്താവെ തകർച്ചകൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, കർത്താവിലെ കോട്ട കെട്ടുവാൻ, അവർക്ക് മതിൽ കെട്ടുവാൻ പരിശുദ്ധാത്മാവെ ഇവരെ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇവരുടെ പ്രാർത്ഥനയിലൂടെ അനേകം തകർച്ചകൾ മാറട്ടെ. സമൂഹം കർത്താവെ ഏറ്റവും ശ്രേഷ്ഠമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അതിരുകളെ വിശാലമാക്കണമേ. അബ്രഹാമിനെ പോലെ, മോശയെ പോലെ, ദാനിയേലിനെ പോലെയൊക്കെ ദേശങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. കർത്താവെ, ഈ വചനം കേൾക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് ചില വ്യക്തികൾ ദൈവത്തിങ്കിലേക്ക് വരാനും ചില വ്യക്തികൾ ചില ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും സ്തോത്രം ഉണ്ടല്ലോ. അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഇടിവി നിൽക്കുവാൻ, ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരു ധൂപകലശമായി ഉയരുവാനും, ആ പ്രാർത്ഥനയെ തിരിച്ചറിഞ്ഞ് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിലൂടെ പ്രാർത്ഥന മനുഷ്യനെ ബലപ്പെടുത്തുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിഷ്ഫലമാകത്തില്ല, അത് പ്രയോജനമാകും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.